കരുനാഗപ്പള്ളിയിൽ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 2-ന് വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. PS സാംസ്കാരിക വേദി ഗ്രന്ഥശാലയാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളി PS സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാലയാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 2-ന് രാവിലെ 9:30 മുതൽ കരുനാഗപ്പള്ളി വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കമ്പനികൾ കൂടുതൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ മേഖലകളിൽ നിന്നുമുള്ള കമ്പനികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കണം. രാവിലെ 9:30 തൊട്ട് 5 മണി വരെയാണ് ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമ്മുടെ വലിയ കിംസ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ഉള്ള കോളേജിൽ വെച്ചാണ് പ്രോഗ്രാം. ആരോഗ്യ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, റീറ്റെയിൽ, ഫിനാൻസ്, ബാങ്കിംഗ്, ഇൻഷുറൻസ്, സർവീസ് മേഖല, IT തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കും. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത നിരവധി ചെറുപ്പക്കാർ മാത്രമല്ല നിരവധി പേരാണ് തൊഴിലില്ലാത്തവരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് സഹായം ലഭ്യമാകുന്നതിന് നിരവധി കമ്പനികൾ നമ്മുടെ ഏതാണ്ട് ഗൂഗിൾ ഫോം വഴി രജിസ്ട്രേഷൻ നടത്തി 82 കമ്പനികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് രജിസ്ട്രേഷന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3-4 ദിവസം കൂടി കഴിയുമ്പോൾ ഏതാണ്ട് 100 കമ്പനികൾ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. 5000-ഓളം ആളുകൾ തൊഴിലില്ലാത്തവരായി അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തൊഴിൽമേളയിൽ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മളൊരു വലിയ പരിപാടിയായി ഈ തൊഴിൽമേളയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗൃഹോപകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ മറ്റ് ടെക്സ്റ്റൈൽ മേഖലയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഫിനാൻസ് മേഖലയിലുള്ള ബാങ്കുകൾ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ജോബ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതിന് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടു. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളെയാണ് തൊഴിൽ മേളയിൽ കൂടുതലായും പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ മേളയുടെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നിർവഹിക്കും. താലൂക്ക് ഗ്രന്ഥശാല സെക്രട്ടറി V. വിജയകുമാർ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. സ്പോട്ട് രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം ഗ്രന്ഥശാല താലൂക്ക് പ്രസിഡന്റ് കടത്തൂർ മൻസൂർ നിർവഹിക്കും. ഇതുവരെ 82 സ്ഥാപനങ്ങൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.